രണ്ടിനങ്ങളിൽ അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. രണ്ട് ഐറ്റത്തിൽ എങ്ങനെയാണ് എത്ര നാളത്തെ കഷ്ടപ്പാടാണ്, ഏതൊക്കെയാണ് ഐറ്റം? വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും നേടിയെടുത്തത്. അറബി കഥാപ്രസംഗവും അറബി പദ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അറബി കഥാപ്രസംഗം എന്ന് പറയുമ്പം നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പം വളരെ പ്രശ്നം നേരിടുന്ന സംഭവമാണ് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്ന കുട്ടികൾ. അപ്പം അതിൽ അവർക്കൊരു ഐക്യദാർഢ്യം എന്ന നിലയിലും കൂടിയുള്ള ഒരു കഥാപ്രസംഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അറബി പദ്യം എന്ന് പറയുമ്പം നമ്മുടെ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പദ്യമാണ്. അത് എഴുതിയത് നൗഫൽ മാഷ് മയ്യിലാണ്. അത് സംഗീതം നൽകിയത് അഫ്സൽ മുസ്രിസിയാണ്. എനിക്ക് ഇത്രയും ഇവിടം വരെ വരാൻ കാരണം എൻ്റെ സ്കൂളിലെ ടീച്ചറാണ്, കമറുനിസ ടീച്ചറാണ്. ആദ്യം നമുക്ക് പെർഫോമൻസ് കണ്ടാലോ? ഈ അറബിക് പദ്യം ആദ്യം, പാലസ്തീൻ അനുകൂലമായിട്ടുള്ള പദ്യം ആദ്യം കേൾക്കാം. السلام عليكم ورحمة الله وبركاته. أقدم أمامكم الشعر الخريط للشاعر أفضل بن السيد محمد المسرسي في بحر طويل. هو يقول فيه أن أحوال خريطة فلسطين الممزقة بأيدي إسرائيل طويل له دون البحور فلائل فعول مفاعيل فعول مفاعيل لح الله أقواما بهم قد تلات وخات خرايط بلدان الأعزاء بدمي ومن شق علاء الخرائط في دجى لبلدان أهل دين ظلما كليغم وطعن العدا في مقلتيها بخنجر وشلالها يجري മോനെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഫലസ്തീനിലെ കുട്ടികൾ വിശന്ന് മരിക്കുന്നു. അവരെ ഓരോ രാത്രികളും അക്രമം അഴിച്ചുവിട്ട് അവരുടെ മേലിൽ അക്രമം അഴിച്ചുവിട്ടിട്ട് ആ നാടിനെ മൊത്തവും നശിപ്പിക്കുന്നു. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പം കാണുന്ന ഫലസ്തീനും മുമ്പ് ഉണ്ടായിരുന്ന ഫലസ്തീനും തമ്മിലുള്ള വ്യത്യാസം അതിൽ മനസ്സിലാവും. അപ്പോൾ ഭൂപടത്തിനെ കുറിച്ചുള്ള ഒരു ഇതുമായിരുന്നു. ഈ ഭൂപടത്തെക്കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു. ഈ കഥാപ്രസംഗത്തിൽ ക്ലൈമാക്സ് എന്തായിരുന്നു? അതിൻ്റെ ഇതിവൃത്തം എന്തായിരുന്നു? ക്ലൈമാക്സ് എന്ന് പറയുമ്പം ഒരു ഉമ്മയുടെയും ഒരു മകൻ്റെയും കഥയായിരുന്നു. അതിൽ ഉമ്മയെ ഒട്ടും സ്നേഹിക്കാത്ത ഒരു മകനെയാണ് നമ്മൾ ആ കഥയിൽ കാണുന്നത്. അപ്പോൾ ആ ഉമ്മയെ ഉപേക്ഷിച്ച് വൃദ്ധസദനത്തിലേക്കാക്കി പോകുന്ന ഒരു മകൻ ആ കഥാപ്രസംഗത്തിൽ ഒരു ആളായുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തിൽ ഉമ്മ മരിക്കാനായി വരൂ എന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് പോയി. ഒരു കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം ഗൾഫിലേക്ക് പോയി. മകനോടൊന്ന് ഉമ്മയ്ക്ക് ഒരു ആഗ്രഹം മകനെ കാണാൻ. അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ വരില്ല, എനിക്കിവിടെ ജോലി തിരക്കാണ് എന്ന് പറയുകയും കണ്ണിച്ചോരയില്ലാത്ത ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു സംസാരം ആ മകൻ്റെ വായിൽ നിന്ന് വരികയും ആ ഉമ്മയ്ക്ക് അത്രമേൽ വിഷമം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ സ്വന്തം വീടും അങ്ങനെയുള്ള സമ്പത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ആൾക്കുമേൽ എഴുതി വെച്ചു എന്ന് കേട്ടപ്പോൾ ഗൾഫിൽ നിന്ന മകൻ യാതൊരിതും കൂടാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിക്കുകയും അടുത്ത ദിവസം നാട്ടിലെത്തുകയുമാണ് ചെയ്തത്. ഇതിൻ്റെ ക്ലൈമാക്സ് മാത്രം വേഗത്തിൽ ഒന്ന് അവതരിപ്പിച്ചു തരാം. ആ ഉമ്മയുടെ ഈ ഗൾഫിൽ നിന്ന് വന്ന് ഉമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അത്രയും നാൾ ഉമ്മയെ വെറുത്തിരുന്ന ഒരു മകനാണത്. പെട്ടെന്ന് ഈ സമ്പത്ത് മറ്റൊരാൾക്ക് കൊടുത്തു എന്നറിഞ്ഞ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കൊടുത്തു. സീൻ എങ്ങനെയാണ് അതൊന്ന് അഭിനയിച്ച് കാണിക്കാമോ? يا أخي إن أمك ماتت وانتقلب إلى رحمة الله وهاتفت له ثالثا يا أخي إن أمك قد سجلت وبيتها ومالها وكل حال أقربائها
فلما سمع فيصل هذا الخبر خرج من لندن مسرع ووصلت في الوطن في العاج ولما علمت أمه أن العبن وصلت عانكه وقبله أيها الأحبان انظروا مثل هذا الابن وهو لا يحب أمها أبدا وهو يحب أموالها وهو ندم على أفعاله وسعى لأمه الأحبة. ക്ലൈമാക്സിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഉമ്മയെ വളരെയധികം സ്നേഹിച്ച് വൃദ്ധസദനത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി വളരെ സ്നേഹത്തോടെ നോക്കിയ കാഴ്ചയാണ് അവസാനം നടന്നത്. മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം സാമൂഹിക വിപത്തുകളെ നേരിടാനുള്ള ഏറ്റവും വലിയൊരു ആയുധം കലയാണ് എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഉയരങ്ങൾ കീഴടക്കട്ടെ.